ഒരു കാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും ശ്രമിക്കുന്നുണ്ട്, അത് തീ കെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോസ് ഏഞ്ചൽസിൽ സംഭവിച്ച കഥയെന്ന് വിചാരിക്കാം. ഒരു കിളി അടുത്തുള്ള കടലിൽ പോയിട്ട് ഇങ്ങനെ മുങ്ങിയിട്ട് അതിന്റെ ചിറകിലെല്ലാം വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ പറന്നു വന്നിട്ട് ഈ തീയുടെ മുകളിൽ വന്നിങ്ങനെ വെള്ളം ഇങ്ങനെ തളിക്കുകയാണ്. കിളിക്കറിയാം അങ്ങനെ ചിറകിലെ വെള്ളം കൊണ്ടൊന്നും തീ കെട്ട് പോകില്ല എന്നറിയാം. പക്ഷെ അതിങ്ങനെ പല പ്രാവശ്യം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജിത്തു കൃഷ്ണമൂർത്തിയോട് ഒരാൾ ചോദിച്ചു, താങ്കൾ ഈ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സ്ഥലത്ത് താങ്കൾ പ്രസംഗിച്ചിട്ടുണ്ട്, എന്നിട്ട് ആരെയും നന്നാക്കാൻ സാധിച്ചോ? താങ്കളുടെ പ്രസംഗം കേട്ട് ആരെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ആ ചോദ്യം ഒരു പൂവിനോട് എന്തിനു പൂത്തു എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതിന് ഉത്തരവൊന്നുമില്ല. അത് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, അതിങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലെ പൂ ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചിറകിൽ ഒരു തുള്ളിയെങ്കിലും ഒരു തുള്ളി വെള്ളവുമായിട്ട് തീ കെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ജിത്തു കൃഷ്ണമൂർത്തിയെ പോലെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ അത്രപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഈ ലോകത്തിൽ സംരംഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സംരംഭങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കണം. കൂട്ടുകെട്ടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത്തരം കൂട്ടുകെട്ടലുകളും സംരംഭങ്ങളും ഒക്കെയാണ് ഈ ലോകത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റേ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമോ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ലോകത്തെ ചലിപ്പിക്കും. ലോകം ചലിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ചക്രങ്ങളിലാണ്. ഒരു ഗവൺമെന്റിന് ലോകത്തെ ചലിപ്പിക്കാൻ സാധിക്കും. ലോകത്തെ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സംരംഭങ്ങളുമാണ് യഥാർത്ഥത്തിൽ ലോകത്തെ മുന്നോട്ടേക്ക് വളരെ ഫാസ്റ്റായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.